അപ്പോൾ ഇന്ന് നമ്മളൊരു ജേണൽ സപ്ലൈസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. സോ നമുക്ക് ഫസ്റ്റായിട്ട് പാറ്റേൺ പേപ്പേഴ്സ് ഒന്ന് റെഡിയാക്കാം. അതിനായിട്ട് ഇങ്ങനെ സ്ക്വയർ ഷേപ്പിൽ പേപ്പേഴ്സൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഗ്രിഡ് പാറ്റേൺസും പിന്നെ സ്ട്രോബെറീസ്, ചെറീസ് അങ്ങനത്തെ ഒക്കെയാണ് വരക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ എന്ത് വരക്കാം. ഞാനിവിടെ സ്കെച്ച് വെച്ചിട്ടും ക്രയോൺസ് വെച്ചിട്ടും മാർക്കേഴ്സ് വെച്ചിട്ടൊക്കെ ഒന്ന് ട്രൈ ചെയ്തു. ബട്ട് എനിക്ക് കുഴപ്പമില്ല എന്നുള്ളൊരു രീതിയിലാണ്. നിങ്ങൾ ചെയ്യുമ്പോൾ ബ്രഷ് പെൻസ് ആയിരിക്കും കൂടുതൽ നല്ലത്. നെക്സ്റ്റായിട്ട് നമ്മൾ കവായി തീമിലുള്ള സ്റ്റിക്കേഴ്സാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇപ്പോൾ ഞാൻ പിൻട്രസ്റ്റിൽ കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെ ഒന്ന് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അതൊന്ന് ട്രേസ് ചെയ്ത് വരയ്ക്കുകയാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ട്രേസ് ചെയ്യാതെ വരക്കാൻ കഴിയുകയാണെങ്കിൽ അങ്ങനെ വരക്കാം. അപ്പോൾ ഞാൻ ഇവിടെ പേപ്പർ കോപ്പി ആപ്പ് ഉപയോഗിച്ചിട്ടാണ് ട്രേസ് ചെയ്ത് വരക്കുന്നത്. സോ നമ്മൾ വരച്ച ചിത്രങ്ങളൊക്കെ ഒന്ന് കളറൊക്കെ ചെയ്ത് കൊടുക്കുക. പിന്നെ കട്ട് ചെയ്യുന്നതിൻ്റെ മുമ്പ് തന്നെ ഗ്ലൂ സ്റ്റിക്ക് വെച്ചിട്ടൊന്ന് പേപ്പറിൻ്റെ ബാക്കൊക്കെ ഒന്ന് ഗം ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ അറിയാതെ ഒന്ന് കട്ട് ചെയ്ത് പോയിട്ടുണ്ട്. നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. നമ്മളെല്ലായിടത്തും ഫുള്ളായിട്ട് ഗ്ലൂ സ്റ്റിക്ക് വെച്ചിട്ട് ഒന്ന് ഗം ചെയ്തിട്ടുണ്ട്. നമ്മളെല്ലാം ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊരു ട്രാൻസ്പാരൻറ്റ് ഷീറ്റ് വെച്ചിട്ട് അതിലിങ്ങനെ ഒട്ടിച്ചെടുത്താൽ മതി. ഇനി ഇതെങ്ങനെ യൂസ് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് വെള്ളം അതിൻ്റെ ബാക്കിലൊന്ന് തേച്ചിട്ട് ഒട്ടിച്ചാൽ മതി. സിമ്പിളാണ്. റെഡി ആയിട്ടുണ്ട്. സ്റ്റാൻഡ്സ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ സ്റ്റാൻഡ്സ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ? സോ അതിനായിട്ട് നമുക്ക് ഇതേപോലത്തെ കുറച്ച് ഡിസൈൻസ് ഒക്കെ ഒന്ന് വരച്ചു കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അതിൽ ചിത്രങ്ങളൊക്കെ ഒന്ന് വരച്ചു കൊടുക്കാം. ഞാൻ ഇവിടെ സ്ട്രോബെറീസും ക്ലൗഡ്സും ചെറീസും ഒക്കെയാണ് വരച്ചെടുത്തത്. പിന്നെ ഞാനിവിടെ ഒന്ന് ഗ്രിഡ് പാറ്റേൺ ഒന്ന് വരച്ച് നോക്കി. ബട്ട് എനിക്ക് തീരെ ഇഷ്ടമായിട്ടില്ല. കാരണം ഞാൻ ക്രയോൺസ് വെച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അത് എനിക്ക് തീരെ ഇഷ്ടമായിട്ടില്ല. നിങ്ങളൊന്ന് ചെയ്യുകയാണെങ്കിൽ
ഒന്നെങ്കിൽ ബ്രഷ് പെൻസിൽ അല്ലെങ്കിൽ സ്കെച്ചോ വെച്ചിട്ട് ചെയ്യാം. നമുക്ക് ലേബൽസ് ഒന്ന് ഉണ്ടാക്കാം. അതിനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്സ് ഒക്കെ ഒന്ന് വരച്ചെടുക്കാം. പിന്നെ അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലൊന്ന് ഡിസൈനൊക്കെ ചെയ്ത് കളറൊക്കെ കൊടുത്ത് ഒന്ന് സെറ്റാക്കാം. നിങ്ങൾക്കിപ്പോൾ ലേബൽസിൻ്റെയും സ്റ്റാമ്പ്സിൻ്റെയും സ്റ്റിക്കേഴ്സിൻ്റെ ഒന്നും ഒരു ഐഡിയ കിട്ടിയില്ലെങ്കിൽ നിങ്ങളൊന്ന് പിൻട്രസ്റ്റിൽ അടിച്ചു നോക്കിയാൽ മതി, അപ്പം കിട്ടും. സോ നമ്മൾ എല്ലാ ജേണൽ സപ്ലൈസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.